The machinery and the enzymes. DNA replication സഹായിക്കുന്ന മെഷീനറിയെ കുറിച്ചും അതിന് സഹായിക്കുന്ന എൻസൈംസിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. DNA replication സഹായിക്കുന്ന മെയിനായിട്ടുള്ള എൻസൈം അല്ലെങ്കിൽ DNA പോളിമറൈസേഷന് വിധേയമാക്കുന്ന എൻസൈം എന്ന് പറയുന്നത് DNA പോളിമറൈസ് ആണ്. DNA dependent DNA polymerase enzyme. The main enzyme of DNA replication is DNA dependent DNA polymerase enzyme. ഓർക്കുക, DNA പോളിമറൈസേഷന് സഹായിക്കുന്ന എൻസൈമാണ് DNA polymerase enzyme, or otherwise DNA dependent DNA polymerase enzyme catalyzes the polymerization of DNA, or otherwise replication of DNA. ഈ ഒരു എൻസൈമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, this is one of the fastest enzyme which catalyzes the polymerization of nucleotide with the greatest accuracy. വളരെ സൂക്ഷ്മതയോടുകൂടി നടത്തേണ്ട ഒരു പ്രോസസ്സാണ് DNA പോളിമറൈസേഷൻ. നൈട്രജൻ ബേസുകൾ ക്രമീകരണം അതേപടി കോപ്പി ചെയ്ത് മറ്റൊരു സ്ട്രാൻഡിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഹെർക്കൂലിയൻ ടാസ്ക് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ റിക്വയേഴ്സ് ഗ്രേറ്റസ്റ്റ് ആക്യുറസി. വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അത് ഒരു ഡിഫക്റ്റും കൂടാതെ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA പോളിമറൈസ്. എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ ദാറ്റ് വിൽ ലീഡ്സ് ടു മ്യൂട്ടേഷന് കാരണമായിട്ടത് മാറും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൊണ്ട് അത് പറയാം. അതായത് ഇക്കോളി ബാക്ടീരിയയുടെ നമ്പർ ഓഫ് ബേസ് പെയേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 4.6 × 10⁻⁶ ബേസ് പെയേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും ബേസ് പെയേഴ്സ് ഒരു DNA-യിൽ നിന്നും കോപ്പി ചെയ്ത് മാറ്റാൻ ആവശ്യമാകുന്ന സമയം എന്ന് പറയുന്നത് വെറും 38 മിനിറ്റ്സ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് 200 ബേസ് പെയേഴ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് ആലോചിച്ച് നോക്കൂ, ഒരു സെക്കൻഡ് കൊണ്ട് 2000 ബേസ് പെയേഴ്സിനെ പുതിയ ഒരു DNA സ്ട്രാൻഡിലേക്ക് കോപ്പി ചെയ്ത് മാറ്റുക എന്ന് പറയുന്ന അത്രയും സ്പീഡിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെ വളരെ കൃത്യതയോടുകൂടെ ചെയ്യുന്ന എൻസൈമാണ് DNA polymerase enzyme. This is one of the fastest enzyme which catalyzes the polymerization of nucleotides with the greatest accuracy. Any defect in replication leads to mutation. In E. coli, 4.6 × 10⁻⁶ base pairs completes its replication within 38 minutes. That is, average rate is 2000 base pairs per second. DNA replication എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു ഹൈ എനർജി റിക്വയറിംഗ് പ്രോസസ്സാണ്. ഈ റെപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന മോളിക്യൂൾ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ എന്താണ് ന്യൂക്ലിയോസൈഡ് എന്നുള്ളത് നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്നത് നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ മോളിക്യൂളാണ് ന്യൂക്ലിയോസൈഡ്. അപ്പോൾ ആ ഷുഗറിൽ റൈബോസ് ഷുഗറുമുണ്ട്, ഡിയോക്സി റൈബോസ് ഷുഗറുമുണ്ട്. അപ്പോൾ ഡിയോക്സി റൈബോസ് ഷുഗർ പ്ലസ് ബേസാണ് ന്യൂക്ലിയോസൈഡ്. അപ്പോൾ അഡിനൈൻ പ്ലസ് ഡിയോക്സി റൈബോസ് ആണെങ്കിൽ അഡിനോസിൻ, ഇറ്റ് ഈസ് എ ന്യൂക്ലിയോസൈഡ്. ഗോനൈൻ പ്ലസ് ന്യൂക്ലിയോസൈഡ് ആണെങ്കിൽ ഗോനോസിൻ, ഇറ്റ് ഈസ് ആൾസോ എ ന്യൂക്ലിയോസൈഡ്. അതിനോടൊപ്പം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടെ ചേരുമ്പോൾ എന്തായി? ന്യൂക്ലിയോടൈഡായി. അപ്പോൾ ഇവിടെ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന മോളിക്യൂൾ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് ആണ്. ഇപ്പോൾ സാധാരണ ന്യൂക്ലിയോടൈഡിൽ ഒരു ഫോസ്ഫേറ്റ് ആണ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ 2 ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൂടി ചേരുന്നെങ്കിൽ അത് ഡൈഫോസ്ഫേറ്റായി, ന്യൂക്ലിയോസൈഡ് ഡൈഫോസ്ഫേറ്റായി. ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൂടെ കൂടി ചേർന്നാൽ അത് ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റായി. അപ്പോൾ ഇവിടെ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് പ്രൊവൈഡ് എനർജി ഫോർ റെപ്ലിക്കേഷൻ. ഇപ്പോൾ DNA-യുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ DNA ഉണ്ടാകേണ്ടതും ഇതിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മോളിക്യൂൾസ് സെർവ് ഡ്യുവൽ പർപ്പസസ്. ഇറ്റ് ആക്ട് ആസ് സബ്സ്ട്രേറ്റ്സ് ആൻഡ് ആൾസോ പ്രൊവൈഡ് എനർജി ഫോർ പോളിമറൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ മോളിക്യൂള് സബ്സ്ട്രേറ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്,
അതുപോലെ തന്നെ ഇത് എനർജി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫോസ്ഫേറ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഫോം ചെയ്യണമെങ്കിൽ ഹൈ എനർജി റിക്വയർമെൻറ്റ് നീഡഡ്. സോ അതുപോലെ തന്നെ ഈ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ബ്രേക്ക് ചെയ്യുമ്പോൾ അതുപോലെ എനർജി റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഫോസ്ഫേറ്റ് ബോണ്ടിങ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡിയോക്സി റൈബോന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് പ്രൊവൈഡ് എനർജി ഫോർ റെപ്ലിക്കേഷൻ ആൻഡ് ആൾസോ ഇറ്റ് ആക്ട് ആസ് എ സബ്സ്ട്രേറ്റ്. ഇനി എന്താണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് ഡിസ്കസ് ചെയ്യാം. DNA മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതൊരു ഡബിൾ സ്ട്രാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചറാണ്. ചുറ്റി വച്ചിരിക്കുന്ന വൈൻഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു മോളിക്യൂളാണ്. അപ്പോൾ ഈ മോളിക്യൂളിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇതിനെ അൺവൈൻഡ് ചെയ്യണം. ഇപ്പോൾ ഒരു ലെങ്തി മോളിക്യൂൾ ആയതുകൊണ്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് അൺവൈൻഡ് ചെയ്തതിന് ശേഷം റെപ്ലിക്കേഷൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അൺവൈൻഡ് ചെയ്യുന്നതിന് തന്നെ വളരെ എനർജി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് DNA റെപ്ലിക്കേഷൻ ഇക്കോളി ബാക്ടീരിയയിലും മറ്റുമൊക്കെ നടക്കുമ്പോൾ കംപ്ലീറ്റ് അൺവൈൻഡ് ചെയ്യില്ല. DNA അവിടെയായിട്ട് ചെറുതായിട്ട് ഓരോ കട്ട് കൊടുത്തുകൊണ്ട് അത് ആ പോർഷൻസ് മാത്രം അത് അൺവൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. For long DNA molecules, the two strands of DNA cannot be separated in its entire length due to very high energy requirement. വളരെ എനർജി റിക്വയർമെൻ്റ് ഉള്ളതുകൊണ്ട് രണ്ട് സ്ട്രാൻഡ്സും ഒരു എൻറ്റയർ ലെങ്തിൽ അറ്റ് എ ടൈം അൺവൈൻഡ് ചെയ്യില്ല. In such DNAs, replication occur within a small opening of the DNA helix known as replication fork. അപ്പോൾ ഈ DNA അൺവൈൻഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആ സ്മാൾ ഓപ്പണിങ്സിനെ വിളിക്കുന്ന പേരാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. Replication occur within a small opening of the DNA helix known as replication fork. ഇനി എന്താണ് ലീഡിംഗ് സ്ട്രാൻഡ്, ലാഗിംഗ് സ്ട്രാൻഡ് എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതൊരു DNA സ്ട്രാൻഡിൻ്റെ സിംബലൈസ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ്. DNA സ്ട്രാൻഡിന് പൊളാരിറ്റി നമുക്കറിയാം. ഒരു സ്ട്രാൻഡ് 3-5- ഓറിയൻറ്റേഷനിലാണെങ്കിൽ അടുത്ത സ്ട്രാൻഡ് 5-3- ഓറിയൻറ്റേഷനിലായിരിക്കും. അപ്പോൾ ഈ സ്ട്രാൻഡ് രണ്ടും സെപ്പറേറ്റ് ആകുന്നു. DNA റെപ്ലിക്കേഷൻ തുടങ്ങാൻ വേണ്ടി സെപ്പറേറ്റ് ആകുന്നു. സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ റെപ്ലിക്കേഷൻ നടത്തേണ്ട എൻസൈം എന്ന് പറയുന്നത് DNA പോളിമറൈസ് എൻസൈമാണ്. ഇപ്പോൾ DNA പോളിമറൈസ് എൻസൈമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ഓൺലി ഇൻ 5-3- ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ മാത്രമേ അതിന് കെമിക്കൽ റിയാക്ഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. In 5-3- direction, that is the template with the polarity 3-5-, the replication is continuous and is known as leading strand. അപ്പോൾ ഈ സ്ട്രാൻഡിൻ്റെ പ്രത്യേകത നോക്കൂ. ഈ സ്ട്രാൻഡിൽ DNA റെപ്ലിക്കേഷൻ ഒരു ബ്രേക്കും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോകുന്നു. സോ ദിസ് സ്ട്രാൻഡ് ഈസ് നോൺ ആസ് ലീഡിംഗ് സ്ട്രാൻഡ്. ഇവിടെ ഈ രണ്ട് സ്ട്രാൻഡും ടെംപ്ലേറ്റ് DNA ആയിട്ട്, ടെംപ്ലേറ്റ് DNA എന്ന് പറഞ്ഞാൽ ബേസ്, റെപ്ലിക്കേഷൻ്റെ ബേസ് ആയിട്ട് രണ്ട് സ്ട്രാൻഡും ആക്ട് ചെയ്യുന്നുണ്ട്, പാരൻ്റൽ സ്ട്രാൻഡ്സ്. അപ്പോൾ ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ഒരു സ്ട്രാൻഡിൽ DNA റെപ്ലിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അപ്പോൾ ആ സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ 3-5- ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ്. ആ സ്ട്രാൻഡിൽ DNA പോളിമറൈസേഷൻ നടക്കുന്ന ഡയറക്ഷൻ 5-3-. ആ സ്ട്രാൻഡ് കണ്ടിന്യൂസ് ആണ്. ആ സ്ട്രാൻഡിനെ എന്ത് പേരിൽ വിളിക്കാം? ലീഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കാം. ഇനി തൊട്ടിപ്പുറത്തെ സ്ട്രാൻഡ് നോക്കാം. ഈ സ്ട്രാൻഡിനെ സംബന്ധിച്ച് എന്താ? അവിടെ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് നടക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അത്? കാരണം DNA-യുടെ ഇത്രയും പോർഷൻ മാത്രം ആദ്യം അൺവൈൻഡ് ചെയ്യുന്നു. അൺവൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും ഈ ഡയറക്ഷനിൽ, നേരത്തെ പറഞ്ഞു DNA പോളിമറൈസ് എൻസൈം ആക്ട്സ് ഓൺലി ഇൻ 5-3- ഡയറക്ഷൻ. ഇപ്പോൾ 5-3- ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത്രയും അൺവൈൻഡ് ചെയ്തു, ഇത്രയും ഭാഗത്ത് പുതിയ DNA മോളിക്യൂൾ ഉണ്ടായി. വീണ്ടും അടുത്ത് ഇത്രയും അൺവൈൻഡ് ചെയ്തു, ഇവിടെ പുതിയ DNA മോളിക്യൂൾ ഉണ്ടായി. ഇത്രയും അൺവൈൻഡ് ചെയ്തു, ഇവിടെ പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ സ്ട്രാൻഡ് ബ്രേക്ക് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് ഇതിനെ ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് എന്ന് വിളിക്കുന്നു. ഈ സ്ട്രാൻഡിനെ ലാഗിംഗ് സ്ട്രാൻഡ് എന്നും വിളിക്കുന്നു.
ലാഗിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നു. ഈ സ്ട്രാൻഡിലെ ഓരോരോ പീസായിട്ടാണ് DNA ഉണ്ടാകുന്നതായതുകൊണ്ട്, ഈ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് ഈ ഫ്രാഗ്മെൻറ്റ്സിനെ മറ്റൊരു പേരിൽ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്. Discontinuously synthesized DNA fragments are called Okazaki fragments. ഈ DNA ഫ്രാഗ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ DNAയുടെ റെപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ ഒരു പിക്ചറാണിത്. റെപ്ലിക്കേഷൻ ഫോർക്കിൽ ഇത് 2 ടെംപ്ലേറ്റ് DNA സ്ട്രാൻഡ് ഉണ്ട്, പാരൻ്റൽ സ്ട്രാൻഡ് ഉണ്ട്. ഒരു സ്ട്രാൻഡിൻ്റെ ഓറിയൻറ്റേഷൻ 3-5- ആണ്, അടുത്ത സ്ട്രാൻഡിൻ്റെ ഓറിയൻറ്റേഷൻ 5-3- ആണ്. 3-5- ഓറിയൻറ്റേഷനുള്ള സ്ട്രാൻഡിലെ DNA സിന്തസിസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എൻസൈമിന് ആ രീതിയിൽ മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ, DNA പോളിമറൈസ് എൻസൈമിന്. എന്നാൽ മറ്റേ സ്ട്രാൻഡിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് DNA ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. ആ ഫ്രാഗ്മെൻറ്റ്സിനെ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. ഈ സ്ട്രാൻഡിനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് സിന്തസിസ് നടത്തുന്ന സ്ട്രാൻഡിനെ ലാഗിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നു. കണ്ടിന്യൂസ് സിന്തസിസ് നടത്തുന്ന സ്ട്രാൻഡിനെ ലീഡിങ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നു. ഇനി ഈ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ പരസ്പരം ഒട്ടിച്ചു വയ്ക്കുന്ന എൻസൈമാണ് DNA ലിഗേസ് എന്ന് പറയുന്ന എൻസൈം. ഈ പിക്ചറിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം, DNA ലിഗേസ് ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സിനെ പരസ്പരം ജോയിൻ ചെയ്യിക്കുന്ന ഗമ്മാണ്, ബയോളജിക്കൽ ഗം എന്ന് പറയുന്ന എൻസൈമാണ് DNA ലിഗേസ്. The discontinuously synthesized Okazaki fragments are later joined by the enzyme called DNA ligase. അപ്പോൾ DNA റെപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ടേം കൂടെ മനസ്സിലാക്കാം, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? ദ ഡെഫിനിറ്റ് റീജിയൻസ് ഇൻ വിച്ച് റെപ്ലിക്കേഷൻ ഒറിജിനേറ്റ്സ് ആർ നോൺ ആസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന റീജിയൻസ്, നേരത്തെ പറഞ്ഞു റെപ്ലിക്കേഷൻ ഫോർക്ക്. റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത് ആ ഒരു റീജിയൻ, DNA സിന്തസിസ് നടത്താൻ വേണ്ടി കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന റീജിയനെയാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കുന്നത്. ആ റീജിയൻസിൽ റെപ്ലിക്കേഷൻ നടക്കുന്നതുകൊണ്ട് ആ റീജിയനെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നു. ദ ഡെഫിനിറ്റ് റീജിയൻസ് ഇൻ വിച്ച് റെപ്ലിക്കേഷൻ ഒറിജിനേറ്റ്സ് ആർ നോൺ ആസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഇവിടെ മറ്റൊരു എൻസൈമിൻ്റെ പേര് കൂടെ ഇവിടെ കാണുന്നുണ്ട്, ഹെലിക്കേസ് അല്ലെങ്കിൽ അൺവൈൻഡേസ് എന്ന് പറയുന്ന എൻസൈം. DNAയുടെ 2 സ്ട്രാൻഡുകളെയും അൺവൈൻഡ് ചെയ്യാൻ, ചുറ്റ് നിവർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്. അപ്പോൾ ധാരാളം എൻസൈംസ് DNA റെപ്ലിക്കേഷന് സഹായിക്കുന്ന മറ്റ് എൻസൈംസ് ഉണ്ട്. കൂടുതൽ എൻസൈംസിൻ്റെ പേരുകളൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്താണത്? എങ്ങനെയാണ് ജനറ്റിക് ഇൻഫർമേഷൻ DNAയിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് സെൻട്രൽ ഡോഗ്മയിൽ പറയുന്നത്. അപ്പോൾ DNAയിൽ നിന്നും റെപ്ലിക്കേഷൻ നടന്നിട്ട് പുതിയ DNA ഉണ്ടാകുന്നു. ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നടന്നിട്ട് mRNA ഉണ്ടാകുന്നു. mRNAയിൽ നിന്നും ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് നടന്നിട്ട് പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഈ രീതിയിലാണ് ജനറ്റിക് ഇൻഫർമേഷൻ DNAയിൽ നിന്നും കൈമാറി പ്രോട്ടീനിൻ്റെ രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഘട്ടം, അതായത് DNAയിൽ നിന്നും റെപ്ലിക്കേഷൻ നടന്നിട്ട് പുതിയ DNA ഉണ്ടാകുന്ന പ്രോസസ്സ് വി ഹാവ് ആൾറെഡി ഡിസ്കസ്ഡ്. നൗ വി ക്യാൻ ഡിസ്കസ് ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ളത്? അതായത് ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് ദ DNA ഇൻറ്റു RNA ഈസ് കാൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന മോളിക്യൂളാണ് DNA എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്ന ജനറ്റിക് ഇൻഫർമേഷൻ പ്രോട്ടീനിൻ്റെ രൂപത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടും റിവീൽ ചെയ്യപ്പെടുന്നത്. എന്ത് ജനറ്റിക് ഇൻഫർമേഷനാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ആ ജനറ്റിക് ഇൻഫർമേഷനെ കോപ്പി ചെയ്തിട്ട് RNAയുടെ രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളത്. എന്ത് RNA ആണ്? മെസ്സഞ്ചർ RNA എന്നാണ് വിളിക്കുക. ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് ദ DNA ഇൻറ്റു RNA ഈസ് കാൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ദാറ്റ് ഈസ് ദ കോപ്പിയിങ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം DNA ടു RNA ഈസ് കാൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണെന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നടക്കുമ്പോൾ മനസ്സിലാക്കിയത്
DNA-യിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് RNA-യിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ DNA-യുടെ ഒരു സെഗ്മെൻറ്റ് മാത്രമേ കോപ്പി ചെയ്യപ്പെടുന്നുള്ളൂ, ഒരു സ്ട്രാൻഡ് മാത്രമേ കോപ്പി ചെയ്യപ്പെടുന്നുള്ളൂ. പ്രധാനമായിട്ടും 3 റീജിയൻസ് ആണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ കാണുക. ഫസ്റ്റ് വൺ പ്രൊമോട്ടർ, സെക്കൻഡ് വൺ ദ സ്ട്രക്ചറൽ ജീൻ, തേർഡ് വൺ എ ടെർമിനേറ്റർ. അപ്പോൾ ഇത് കുറേ നൈട്രജൻ ബേസ് സീക്വൻസുകളെ വിളിക്കുന്ന ടേംസാണ്. പ്രൊമോട്ടർ സീക്വൻസ്, സ്ട്രക്ചറൽ ജീനിൻ്റെ ജനറ്റിക് സീക്വൻസ്, ടെർമിനേറ്റർ സീക്വൻസുകൾ, നൈട്രജൻ ബേസിൻ്റെ സീക്വൻസുകൾ. ഇനി വഴിയെ മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്ന എൻസൈം, അതാണ് നമുക്ക് അടുത്ത പരിചയപ്പെടേണ്ടത്. നേരത്തെ DNA റെപ്ലിക്കേഷൻ്റെ സമയത്ത് DNA റെപ്ലിക്കേഷൻ നടത്താൻ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആണ്. ഇതിവിടെ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ്. അപ്പോൾ RNA പോളിമറൈസ് ആണ് ഷോർട്ട് ഫോമിൽ പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ മെയിൻ എൻസൈം. ദ മെയിൻ എൻസൈം ഫോർ ട്രാൻസ്ക്രിപ്ഷൻ ഈസ് RNA പോളിമറൈസ് എൻസൈം. അതായത് DNA-യിൽ നിന്നും RNA ഉണ്ടാക്കാൻ സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് RNA പോളിമറൈസ് എൻസൈമാണ്. അത് DNA ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിന് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് എൻസൈം. The two DNA strands have opposite polarity and the DNA dependent RNA polymerase catalyze the polymerization of RNA in only one direction, that is 5' to 3' direction. നേരത്തെ DNA റെപ്ലിക്കേഷനിലും ഓർക്കുന്നുണ്ടാകും. DNA റെപ്ലിക്കേഷന് സഹായിക്കുന്ന DNA പോളിമറൈസ് എൻസൈമും പോളിമറൈസേഷൻ നടക്കുന്ന ഡയറക്ഷൻ 5' to 3' ഡയറക്ഷനിലാണ്. അപ്പോൾ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് RNA പോളിമറൈസ് എൻസൈമും ആക്ട് ചെയ്യുന്നത്. The two DNA strands have opposite polarity and the DNA dependent RNA polymerase catalyze the polymerization of RNA in only one direction, that is 5' to 3' direction. ഇനി എന്താണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്? നേരത്തെ DNA റെപ്ലിക്കേഷനിൽ നമ്മൾ കേട്ട പേരാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ബേസ് സ്ട്രാൻഡ് എന്നർത്ഥം. ട്രാൻസ്ക്രിപ്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ ഏത് സ്ട്രാൻഡിനെ ബേസ് ചെയ്താണോ mRNA മോളിക്യൂൾ ഉണ്ടാകുന്നത് ആ സ്ട്രാൻഡിനെയാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ DNA-യിൽ 3' 5' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത്. മറ്റേ സ്ട്രാൻഡിനെ 5' 3' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡിനെ വിളിക്കുന്ന പേര് കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ്. അപ്പോൾ 3' 5' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡും 5' 3' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡ് കോഡിംഗ് സ്ട്രാൻഡുമാണ്. The strand that has the polarity 3' 5' act as template and is referred to as template strand. The other strand which has the polarity 5' to 3' and the sequence same as RNA is referred to as coding strand. അപ്പോൾ ഇവിടെ RNA-യുടെ സീക്വൻസുമായിട്ട് സെയിം ആയിട്ട് വരും, ഒരു വ്യത്യാസം വരും, അതായത് തൈമിൻ്റെ സ്ഥാനത്ത് യുറാസിലായിരിക്കും. വഴിയെ മനസ്സിലാക്കാം. അതർ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഓർക്കുക, 3' 5' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, അതുപോലെ 5' 3' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡ് കോഡിംഗ് സ്ട്രാൻഡ് എന്നും അറിയപ്പെടുന്നു. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഇതാ ഒരു സ്ട്രാൻഡ് തന്നിട്ടുള്ള ടെംപ്ലേറ്റ് സ്ട്രാൻഡും കോഡിംഗ് സ്ട്രാൻഡും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു DNA സെഗ്മെൻറ്റിൽ നിന്നും ഉണ്ടാകുന്ന RNA-യുടെ സീക്വൻസ് എന്തായിരിക്കും എന്നൊന്ന് എഴുതി നോക്കാവോ? ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പോൾ ഈ സ്ട്രാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് mRNA സ്ട്രാൻഡ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ബേസാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അഡിനൈൻ അതിൻ്റെ കോംപ്ലിമെൻ്ററി ബേസാണ്. നമുക്കറിയാം DNA-യിലാണെങ്കിൽ തൈമിനാണ്, പക്ഷേ RNA-യുടെ സീക്വൻസാണ് നമുക്ക് എഴുതേണ്ടത്. അതുകൊണ്ട് അവിടെ തൈമിൻ്റെ സ്ഥാനത്ത് ആര് വരും? യുറാസിൽ വരും. അപ്പോൾ അഡിനൈൻ്റെ കോംപ്ലിമെൻ്ററി ബേസാണ് യുറാസിൽ. തൈമിൻ്റെ കോംപ്ലിമെൻ്ററി ബേസാണ് അഡിനൈൻ. ഗുവാനൈൻ്റെ കോംപ്ലിമെൻ്ററി ബേസാണ് സൈറ്റോസിൻ.
സൈറ്റോസിൻ്റെ ഗുവാനൈൻ, അഡിനൈൻ യുറാസിൽ, തൈമിൻ അഡിനൈൻ, ഗുവാനൈൻ സൈറ്റോസിൻ, സൈറ്റോസിൻ ഗുവാനൈൻ. ഈ രീതിയിൽ കോംപ്ലിമെൻ്ററി ബേസ് പോകുന്നു mRNA സ്ട്രാൻഡിൽ. അപ്പോൾ ഇവിടെ ഒറ്റ വ്യത്യാസമേ നമുക്ക് കോഡിംഗ് സ്ട്രാൻഡുമായിട്ട് വരുന്നുള്ളൂ. എന്താണ് ആ വ്യത്യാസം? നോക്കൂ, ഇവിടെ തൈമിൻ്റെ സ്ഥാനത്ത് യുറാസിൽ വരുന്നു എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമാണ് കോഡിംഗ് സ്ട്രാൻഡും mRNA സ്ട്രാൻഡും തമ്മിൽ ഉള്ളത്. ഇവിടെ അഡിനൈൻ തന്നെ, സൈറ്റോസിൻ തന്നെ, ഗുവാനൈൻ തന്നെ. പക്ഷേ യുറാസിൻ്റെ കോംപ്ലിമെൻ്ററി ബേസായിട്ട് തൈമിനാണ്. അപ്പോൾ ഈ കോഡിംഗ് സ്ട്രാൻഡും mRNA സ്ട്രാൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. തൈമിൻ എന്നുള്ള നൈട്രജൻ ബേസ് മാറ്റിയിട്ട് അവിടെയെല്ലാം യുറാസിൽ യു കൊടുത്തു കഴിഞ്ഞാൽ അത് mRNA സ്ട്രാൻഡായിട്ട് മാറും. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് തന്നിരുന്നിട്ട് mRNA സ്ട്രാൻഡ് എഴുതാൻ പറഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എഴുതിയാൽ മതി. ഒറ്റ വ്യത്യാസം മാത്രം, ഇവിടെ യുറാസിലാണ്, തൈമിൻ്റെ സ്ഥാനത്ത് യുറാസിലാണ്. ആ രീതിയിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് തന്നിരുന്നാൽ mRNA സ്ട്രാൻഡ് എഴുതാൻ സാധിക്കും. ഇനി mRNA സ്ട്രാൻഡും കോഡിംഗ് സ്ട്രാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാലും കോഡിംഗ് സ്ട്രാൻഡും mRNA സ്ട്രാൻഡും സെയിം ആണ്. ഓൺലി വൺ ഡിഫറൻസ്, യുറാസിൽ പ്രസൻറ്റ് അറ്റ് ദ പ്ലേസ് ഓഫ് തൈമിൻ. ഇനി എന്താണ് പ്രൊമോട്ടർ സീക്വൻസ്, എന്താണ് ടെർമിനേറ്റർ സീക്വൻസ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ്. ഇതൊരു DNA സെഗ്മെൻ്റാണ്. 3-5' ഓറിയൻറ്റേഷനിലുള്ള ഒരു സ്ട്രാൻഡുണ്ട്, 5-3' ഓറിയൻറ്റേഷനിലുള്ള മറ്റൊരു സ്ട്രാൻഡും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റാണ്. ട്രാൻസ്ക്രിപ്ഷന് ആവശ്യമായിട്ടുള്ള എല്ലാ സീക്വൻസുകളും ചേർന്ന ഒരു സെഗ്മെൻ്റാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പേരുകൾ. ഒന്ന് പ്രൊമോട്ടർ, അടുത്തത് സ്ട്രക്ചറൽ ജീൻ, 3 ടെർമിനേറ്റർ. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്താണെന്നും കോഡിംഗ് സ്ട്രാൻഡ് എന്താണെന്നും മനസ്സിലാക്കി. 3-5' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, 5-3' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡാണ് കോഡിംഗ് സ്ട്രാൻഡ്. ഇത് സ്ട്രക്ചറൽ ജീനിനെ ഡിനോട്ട് ചെയ്യുന്നു. ഈ സെഗ്മെൻറ്റ് മുതൽ ഇതുവരെയുള്ള സെഗ്മെൻ്റാണ് ശരിക്കും പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന ഭാഗം. പ്രോട്ടീനായിട്ട് മാറുന്ന ഭാഗം അല്ലെങ്കിൽ mRNA ആയിട്ട് മാറുന്ന ഭാഗം, ആ ഭാഗത്തിനെയാണ് സ്ട്രക്ചറൽ ജീൻ എന്ന പേരിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇതാ ഇവിടെ കാണുന്ന സീക്വൻസ്, ഈ സീക്വൻസിനെയാണ് പ്രൊമോട്ടർ ജീൻ എന്ന് പറയുന്നത്. പ്രൊമോട്ടർ ജീൻ എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ രീതിയിൽ പ്രൊമോട്ടർ ജീനും ടെർമിനേറ്റർ ജീനും എല്ലാം നമ്മൾ കോഡിംഗ് സ്ട്രാൻഡിനെ ബേസ് ചെയ്താണ് പറയുന്നത്. പ്രൊമോട്ടർ ജീനും ടെർമിനേറ്റർ ജീനും കോഡിംഗ് സ്ട്രാൻഡിനെ ബേസ് ചെയ്താണ് പറയുന്നത്. അതായത് 5' എൻഡിൽ കാണുന്ന കുറേ സീക്വൻസ്, ആ സീക്വൻസുകളെയാണ് പ്രൊമോട്ടർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. 3' എൻഡിൽ കാണുന്ന സീക്വൻസുകളെയാണ് ടെർമിനേറ്റർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. Promoter is a DNA sequence that provides binding site for RNA polymerase. RNA polymerase എൻസൈമിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. ട്രാൻസ്ക്രിപ്ഷൻ്റെ മെയിൻ എൻസൈമാണ് RNA പോളിമറേസ്. RNA പോളിമറൈസേഷന് വിധേയമാക്കുന്ന എൻസൈമാണ് RNA പോളിമറേസ്. RNA പോളിമറേസ് പ്രൊമോട്ടർ സീക്വൻസിൽ, ഇവിടെയുള്ള ജനറ്റിക് സീക്വൻസ് ആണ്, നൈട്രജൻ ബേസ് സീക്വൻസിനെയാണ് പ്രൊമോട്ടർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഈ പ്രൊമോട്ടർ സീക്വൻസിൽ RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം പ്രൊമോട്ടർ ഈസ് ദ ബൈൻഡിങ് സൈറ്റ് ഫോർ RNA പോളിമറേസ്. ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് RNA സിന്തസിസ് ആരംഭിക്കുന്നത്. RNA സിന്തസിസ് അവസാനിക്കുന്ന സ്ഥലമാണ് ടെർമിനേറ്റർ സീക്വൻസ്. RNA പോളിമറേസ് ആക്ട് ചെയ്ത് RNA സിന്തസിസ് നടത്തി ഈ DNA സീക്വൻസിലൂടെ മൂവ് ചെയ്ത് ടെർമിനേറ്റർ സീക്വൻസിൽ എത്തുമ്പോഴത്തേക്കും പോളിമറൈസേഷൻ അവസാനിക്കുന്നു, അല്ലെങ്കിൽ mRNA സിന്തസിസ് അവസാനിക്കുന്നു. ഇതെവിടെയാണ് കാണുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് ദ 5' എൻഡ് ഓർ അപ്സ്ട്രീം ഓഫ് ദ സ്ട്രക്ചറൽ ജീൻ. അപ്പോൾ ഈ സ്ട്രക്ചറൽ ജീനിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് പോളിമറൈസേഷൻ തുടങ്ങുന്ന ഭാഗം അല്ലെങ്കിൽ പ്രൊമോട്ടർ സീക്വൻസ് ഇരിക്കുന്ന ഭാഗത്തിന് മറ്റൊരു പേര് വിളിക്കും അപ്സ്ട്രീം എന്ന് പറയും. അതുപോലെ ടെർമിനേറ്റർ സീക്വൻസ് ഇരിക്കുന്ന ഭാഗത്തിന് ഡൗൺ സ്ട്രീം എന്നും വിശേഷിപ്പിക്കാറുണ്ട്.
It is located towards the 5' end or upstream of the structural gene. Structural gene ഏറ്റവും ടോപ്പ് പോർഷനിൽ അപ്സ്ട്രീമിൽ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്ന സ്ഥലത്ത് ആണ് പ്രൊമോട്ടർ സീക്വൻസ് കാണുന്നത്. The presence of promoter in a transcription unit defines the template and coding strand. അപ്പോൾ ഈ ഒരു പ്രൊമോട്ടർ സീക്വൻസ് ഇരിക്കുന്നത് പൊസിഷൻ അനുസരിച്ചിട്ട് അത് ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെയും കോഡിംഗ് സ്റ്റാൻഡിനെയും ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് പ്രൊമോട്ടർ സീക്വൻസ് കാണുന്നത്, ആ പ്രൊമോട്ടർ സീക്വൻസ് കാണുന്ന സ്റ്റാൻഡ് കോഡിംഗ് സ്റ്റാൻഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. അപ്പോൾ ആ രീതിയിൽ ഏത് സ്റ്റാൻഡിലാണോ പ്രൊമോട്ടർ സീക്വൻസ് ഇരിക്കുന്നത് ആ സ്റ്റാൻഡ് കോഡിംഗ് സ്റ്റാൻഡായിട്ട് മാറും. അതുപോലെ മറ്റേ സ്റ്റാൻഡ് ടെംപ്ലേറ്റ് സ്റ്റാൻഡായിട്ട് മാറും. അപ്പോൾ അതാണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെയും കോഡിംഗ് സ്റ്റാൻഡിനെയും പ്രൊമോട്ടർ സീക്വൻസിൻ്റെ പൊസിഷനാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി എന്താ ടെർമിനേറ്റർ എന്ന് പറഞ്ഞല്ലോ. ദ ടെർമിനേറ്റർ ഈസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് ദ 3' end ഡൗൺ സ്ട്രീം ഓഫ് ദ കോഡിംഗ് സ്റ്റാൻഡ്. കോഡിംഗ് സ്റ്റാൻഡ് 3' എൻഡിലായിരിക്കും കാണുന്നത്. ആൻഡ് ഇറ്റ് യൂഷ്വലി ഡിഫൈൻസ് ദ എൻഡ് ഓഫ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. അവിടെ ട്രാൻസ്ക്രിപ്ഷൻ അവസാനിക്കുന്നു. എവിടെ ടെർമിനേറ്റർ ഇരിക്കുന്നു അവിടെ ട്രാൻസ്ക്രിപ്ഷൻ അവസാനിക്കുന്നു. എവിടെ പ്രൊമോട്ടർ സീക്വൻസ് ഇരിക്കുന്നു അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ആരംഭിക്കുന്നു. ഇപ്പോൾ പിക്ചറിൽ നമുക്കൊന്നുകൂടെ കാണാം. അപ്പോൾ ഇവിടെ RNA പോളിമറൈസ് എൻസൈമാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. RNA പോളിമറൈസ് എൻസൈം വന്ന് ബൈൻഡ് ചെയ്യുന്ന സൈറ്റാണ് പ്രൊമോട്ടർ സീക്വൻസ്. അപ്പോൾ ഇവിടെ ഈ DNA സെഗ്മെൻറ്റിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ജനറ്റിക് സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടർ സീക്വൻസ്. ഇതിവിടെ ടെർമിനേറ്റർ റീജിയൻ. ഇവിടെ കാണുന്ന ജനറ്റിക് സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് ടെർമിനേറ്റർ സീക്വൻസ്. അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള സീക്വൻസുകളാണ് സ്ട്രക്ചറൽ ജീൻ. ഇനി ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആൻഡ് ദ ജീൻ. അപ്പോൾ ജീൻ എന്താണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്കൊന്ന് പോകാം. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിലെ ഫസ്റ്റ് ടേം നമുക്ക് മനസ്സിലാക്കാനുള്ളത് സിസ്ട്രോൺ എന്താണെന്നുള്ളതാണ്. സിസ്ട്രോൺ ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് DNA കോഡിംഗ് ഫോർ എ പോളിപെപ്റ്റൈഡ്. പോളിപെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന DNA സെഗ്മെൻറ്റിനാണ് സിസ്ട്രോൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഈ സ്ട്രക്ചറൽ ജീൻ കാണുന്ന ഈ പോർഷൻ പ്രൊമോട്ടർ സീക്വൻസിനും ടെർമിനേറ്റർ സീക്വൻസിനും ഇടയിൽ കാണുന്ന സ്ട്രക്ചറൽ ജീൻ കാണുന്ന ഈ പോർഷനെയാണ് നമ്മൾ സിസ്ട്രോൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ പോർഷനാണ് പ്രോട്ടീനായിട്ട് മാറുന്നത്. ഇനി മോണോസിസ്ട്രോണിക് യൂണിറ്റ്. അപ്പോൾ ഇത് യൂക്കാരിയോട്സിൻ്റെ പ്രത്യേകതയാണ്. യൂക്കാരിയോട്സിൽ ഒരു DNA സെഗ്മെൻറ്റിൽ നിന്നും ഒരു പ്രോട്ടീൻ മാത്രമേ ഉണ്ടാകാറുള്ളൂ. The structural unit in transcription unit of eukaryotes are monosistronic. ഈ മോണോസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാവ് interrupted coding sequences. That is, the genes are split or the genes with the coding sequences and genes with non-coding sequences. എന്താണെന്ന് മനസ്സിലാക്കാതെ നോൺ കോഡിംഗ് സീക്വൻസസ്, അതായത് ഇത് മുതൽ ഈ കാണുന്ന DNA സെഗ്മെൻറ്റിൽ ഇതെല്ലാം ഈ നൈട്രജൻ ബേസുകളെല്ലാം ജനറ്റിക് സീക്വൻസുകൾ അല്ലെങ്കിൽ നമ്മൾ കോഡോൺസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഓരോ 3 നൈട്രജൻ ബേസുകളും ചേരുമ്പോഴാണ് ഒരു കോഡോൺ ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു ജനറ്റിക് കോഡ് എന്ന് പറയുന്ന പോർഷൻ എന്ന് നമുക്ക് പറയുന്നത്. ഒരു 3 നൈട്രജൻ ബേസുകൾ അടുത്തടുത്തുള്ള 3 നൈട്രജൻ ബേസുകളാണ് ഒരു അമിനോ ആസിഡിനെ സൂചിപ്പിക്കുന്ന കോഡോൺ. അപ്പോൾ ഇവിടെ ഈ ഒരു സിസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഭാഗം പ്രൊമോട്ടർ സീക്വൻസ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പ്രൊമോട്ടർ സീക്വൻസ് RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യുന്ന സ്ഥലം, ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങുന്ന സ്ഥലം. ടെർമിനേറ്റർ മനസ്സിലാക്കിയതാണ്, ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഈ കാണുന്ന സീക്വൻസുകളാണ് ടെർമിനേറ്റർ സീക്വൻസ്. ഇവിടെ തുടക്കത്തിൽ കാണുന്ന ഈ സീക്വൻസുകളാണ് പ്രൊമോട്ടർ സീക്വൻസ്. ഇത് രണ്ടിനും ഇടയിലായിട്ട് കാണുന്ന ഈ പോർഷനാണ് സിസ്ട്രോൺ, അതായത് ഒരു പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്ന പോർഷൻ. ഈ സിസ്ട്രോണിൽ ആവശ്യം ഉള്ള സീക്വൻസുകളുമുണ്ട്, ആവശ്യം ഇല്ലാത്ത സീക്വൻസുകളുമുണ്ട്. അതായത് അമിനോ ആസിഡായിട്ട് മാറുന്ന സീക്വൻസും ഉണ്ട്, അമിനോ ആസിഡായിട്ട് മാറാത്ത സീക്വൻസും ഉണ്ട്. അപ്പോൾ അതിന് ഓരോന്നും ഓരോ പേര് കൊണ്ട് വിശേഷിപ്പിക്കും.
ഈ കാണുന്ന നോൺ കോഡിംഗ് സീക്വൻസുകൾ, അതാണ് ഇതാ ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് ഇൻറ്ററപ്റ്റഡ് സീക്വൻസസ്, ഇൻറ്ററപ്റ്റഡ് കോഡിംഗ് സീക്വൻസ്. അതായത് പ്രോട്ടീൻ സിന്തസിസിന് ഈ സീക്വൻസുകൾ ആവശ്യമില്ല. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത് GCC എന്ന് പറയുന്ന ഈ ഒരു കോഡോൺ, GCC എന്ന് പറയുന്ന ഈ ഒരു കോഡോൺ. ഇത് പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന കോഡോൺ അല്ല എന്ന് നമ്മൾ കണക്കാക്കിയാൽ അതിനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? നോൺ കോഡിംഗ് സീക്വൻസ് എന്ന് വിളിക്കാം. നോൺ കോഡിംഗ്, ആവശ്യമില്ല, കോഡ് ചെയ്യുന്നില്ല, കോഡ് ചെയ്യാത്ത സീക്വൻസുകളാണ്, അതിനെ നോൺ കോഡിംഗ് സീക്വൻസ് എന്ന് വിളിക്കുന്നു. ഇനിതാ ഇവിടെ കാണുന്ന സീക്വൻസുകൾ, ഈ കാണുന്ന സീക്വൻസുകളെല്ലാം ഇത് മുതൽ GCCAA ഈ തുടങ്ങുന്ന ഇത് മുതൽ ഇതുവരെയുള്ള ഈ മാർക്ക് ചെയ്തിരിക്കുന്ന റീജിയൻസിലുള്ളത് എല്ലാം പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. അതിനെ എന്ത് പേരിൽ വിളിക്കാം? കോഡിംഗ് സീക്വൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സിസ്ട്രോണിൽ ഈ കോഡിംഗ് സീക്വൻസും അതിനിടയിലായിട്ട് ഇതിൻ്റെ ഇടയിലും വരാം നോൺ കോഡിംഗ് സീക്വൻസ്. ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് കാണിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കോഡിംഗ് സീക്വൻസും, ഇപ്പോൾ ഇതൊരു കോഡിംഗ് സീക്വൻസ് ആണ് ഇതിനിപ്പുറത്തുള്ളത് എന്ന് ആ രീതിയിൽ പറയും പോലെ രണ്ട് ഈ കോഡിംഗ് സീക്വൻസിൻ്റെ ഇടയിലും നോൺ കോഡിംഗ് സീക്വൻസ് വരാം. അപ്പോൾ മോണോസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻസ് ഹാവ് ഇൻറ്ററപ്റ്റഡ് കോഡിംഗ് സീക്വൻസസ്. ദാറ്റ് ഈസ് ദ ജീൻസ് ആർ സ്പ്ലിറ്റ്, or the genes with coding sequences and genes with non-coding sequences. അപ്പോൾ ഇതിന് ഓരോന്നും ഓരോ പേര് കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. എക്സോൺസ് എന്നും ഇൻട്രോൺസ് എന്നുമാണ് ആ പേര്. The coding sequence or expressed sequence of cistron are called exons. അപ്പോൾ ഈ കാണുന്ന സീക്വൻസുകളെല്ലാം അമിനോ ആസിഡുകളായിട്ട് മാറുന്ന സീക്വൻസുകളാണ്. ആ സീക്വൻസുകളെ വിളിക്കുന്ന പേരാണ് എക്സോൺസ്. ഇനി ഇതാ ഈ കാണുന്ന സീക്വൻസ് ഇത് അമിനോ ആസിഡായിട്ട് മാറില്ല. ആ സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് സിസ്ട്രോൺസ്, നോൺ ഇൻട്രോൺസ്. The non-coding sequence of cistrons are called introns or intervening sequences. ഇൻട്രോൺസിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ് intervening sequences. അപ്പോൾ ഒരു സിസ്ട്രോണിൽ രണ്ട് ടൈപ്പ് ജനറ്റിക് സീക്വൻസുകൾ കാണാം. ഇൻട്രോൺസും കാണാം, എക്സോൺസും കാണാം. ഇൻട്രോൺസിന് നോൺ കോഡിംഗ് സീക്വൻസസ് എന്നും എക്സോൺസിന് കോഡിംഗ് സീക്വൻസസ് എന്നും വിളിക്കും. ഓർക്കുക, കോഡിംഗ് സീക്വൻസ് ആണ് ശരിക്കും അമിനോ ആസിഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സീക്വൻസസ്. നോൺ കോഡിംഗ് സീക്വൻസസ് അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യില്ല. അപ്പോൾ RNA പ്രോസസ്സിംഗ് എന്നുള്ള ഒരു പരിപാടി RNA ഉണ്ടായതിന് ശേഷമുണ്ട്, നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിംഗ് നടക്കുമ്പോഴത്തേക്കും ഈ ആവശ്യമില്ലാത്ത ഇൻട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് എക്സോൺസുകളെല്ലാം കൂട്ടിച്ചേർക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു സിസ്ട്രോണിൽ ഇൻട്രോൺസും ഉണ്ട്, എക്സോൺസും ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ കാണുന്ന യൂണിറ്റിനെ, ഒറ്റ പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന ഭാഗമാണിത്. ഇതിനെ വിളിക്കുന്ന പേരാണ് മോണോസിസ്ട്രോണിക് യൂണിറ്റ്. അത് യൂക്കാരിയോട്സിലാണ് ഇത്തരം മോണോസിസ്ട്രോണിക് യൂണിറ്റ് കാണുന്നത്. അതായത് ഒരു പ്രൊമോട്ടറിനും ഒരു ടെർമിനേറ്ററിനും ഇടയിലുള്ള സീക്വൻസ് ഓൺലി വൺ പ്രോട്ടീനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്തരം സീക്വൻസുകൾ കാണുന്നത് യൂക്കാരിയോട്സിലേ കാണത്തുള്ളൂ. പ്രോകാരിയോട്സിലാണെങ്കിൽ അത് പോളിസിസ്ട്രോണിക് യൂണിറ്റ്സ് ആയിരിക്കും. അതായത് ഒരു പോർഷനിൽ തന്നെ ഒന്നിലധികം പ്രോട്ടീനിനെ ഡിനോട്ട് ചെയ്യുന്ന സിസ്ട്രോൺസ് ഉണ്ടാകും. അപ്പോൾ ഇതൊരു പ്രൊമോട്ടർ റീജിയൻ ആണ്, ഇതൊരു ടെർമിനേറ്റർ റീജിയൻ ആണ്. ഇതൊരു പ്രോകാരിയോട്ടിക് DNA സെഗ്മെൻ്റ് ആണെന്ന് കണക്കാക്കിയാൽ ഇവിടെ ഇത്രയും പോർഷനിൽ നിന്നും ഒരു പ്രോട്ടീൻ, സിസ്ട്രോൺ 1, ഇവിടെ നിന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടാകും. ഈ പോർഷനിൽ നിന്നും സിസ്ട്രോൺ 2 രണ്ടാമത്തെ പ്രോട്ടീൻ ഉണ്ടാകും. ഇതിൽ നിന്നും സിസ്ട്രോൺ 3 മൂന്നാമത്തെ പ്രോട്ടീൻ ഉണ്ടാകും. ദിസ് ഈസ് ദ സ്ട്രക്ചറൽ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഓഫ് ബാക്ടീരിയ ഓർ പ്രോകാരിയോട്സ്. അപ്പോൾ പ്രോകാരിയോട്സിലാണ് ഇത്തരം സ്ട്രക്ചറൽ യൂണിറ്റ്സ് കാണാൻ സാധിക്കുന്നത്. യൂക്കാരിയോട്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് മോണോസിസ്ട്രോണിക് ആണ്. പ്രോകാരിയോട്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് പോളിസിസ്ട്രോണിക് ആണ്. മോണോസിസ്ട്രോണിക് യൂണിറ്റിലാണ് പ്രോസസ്സിംഗ് നടന്നിട്ട് മെച്ചുറായിട്ടുള്ള RNA വരുമ്പോൾ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് എക്സോൺസിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർക്കും. എന്നാൽ ആ ഒരു പ്രോസസ്സ് RNA സ്പ്ലൈസിംഗ് എന്നാണ് ആ പ്രോസസ്സിനെ വിളിക്കുന്നത്. ആ ഒരു പ്രോസസ്സ് യൂക്കാരിയോട്സിലേ കാണാൻ സാധിക്കുകയുള്ളൂ.
പ്രോകാരിയോട്സിൽ ആ ഒരു പ്രോസസ്സ് കാണാൻ സാധിക്കില്ല. ജനറ്റിക് സാലിയന്റ് ഫീച്ചേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ് ഫീച്ചേഴ്സാണ് ജനറ്റിക് കോഡിലുള്ളത് നോക്കാം. ദ കോഡോൺ ഈസ് ട്രിപ്ലെറ്റ്. നേരത്തെ മനസ്സിലാക്കിയ വസ്തുതയാണ്. ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് ട്രിപ്ലെറ്റ് കോഡോൺസ് ആണ്. അതായത് 3 നൈട്രജൻ ബേസുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നതാണ് ഒരു അമിനോ ആസിഡിനെ സൂചിപ്പിക്കുന്ന കോഡോൺ. അതിൽ 61 കോഡോൺസ് കോഡ് ഫോർ അമിനോ ആസിഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചാർട്ടിൽ കണ്ടതാണ്. ചില ആൾക്കാരുടെ നേരെ ഇവിടെ സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടായിരുന്നു അല്ലേ? ബാക്കിയുള്ളതിൻ്റെ നേരെയൊക്കെ അമിനോ ആസിഡിൻ്റെ പേരുകളുണ്ട്. അപ്പോൾ ഇവിടെ 3 എണ്ണം അല്ലാതെ സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ 64 എണ്ണം ഉള്ളതിൽ 3 എണ്ണം പോയി കഴിഞ്ഞാൽ ബാക്കി 61 എണ്ണവും അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആരാ ഈ സ്റ്റോപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ആൾ? അതിനെ നമ്മൾ സ്റ്റോപ്പ് കോഡോൺസ് എന്ന് വിളിക്കും. സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പ്രോട്ടീൻ സിന്തസിസ് പ്രോസസ്സ് സ്റ്റോപ്പ് ആകേണ്ട സ്ഥലമാണെന്ന് അതിൻ്റെ അർത്ഥം. അത് നമുക്ക് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് പഠിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് കോഡോൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? UAA, UAG, UGA. ഇവിടെ കാണാം UAA, UAG, UGA. അത് നന്നായിട്ട് മനസ്സിൽ കാണാതെ ഓർത്ത് വെക്കേണ്ട 3 കോഡോൺസ് ആണ് UAA, UAG, UGA. ഈ 3 കോഡോൺസിനെയും സ്റ്റോപ്പ് കോഡോൺസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ സാലിയൻ്റ് ഫീച്ചേഴ്സിൽ ഫസ്റ്റ് സാലിയൻ്റ് ഫീച്ചറാണ് കോഡോൺസ് ട്രിപ്ലെറ്റ് ആണ് എന്നുള്ളത്. മൊത്തം 64 കോഡോൺസ് ഉള്ളതിൽ 61 എണ്ണം അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു, 3 എണ്ണം സ്റ്റോപ്പ് കോഡോൺസ് ആണ്. ഏതൊക്കെയാണ് സ്റ്റോപ്പ് കോഡോൺസ്? UAA, UAG, UGA. ഈ 3 കോഡോൺസും സ്റ്റോപ്പ് കോഡോൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് സാലിയൻ്റ് ഫീച്ചർ ഓഫ് ജനറ്റിക് കോഡ്. ഇനി സെക്കൻഡ് ഫീച്ചർ നോക്കാം. 1 codon codes for only 1 amino acid. Hence it is unambiguous and specific. Ambiguous എന്ന് പറഞ്ഞാൽ എന്താണ്? അവ്യക്തത എന്നാണ്. അൺആംബിഗ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു അവ്യക്തതയും ഇല്ല. ആൻഡ് സ്പെസിഫിക് ആണ്. സ്പെസിഫിക് ആയിട്ട് പറയാം, ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെയേ കോഡ് ചെയ്യുന്നുള്ളൂ. അതായത് UUU എന്ന് പറയുന്ന കോഡോൺ ഫിനൈൽ അലനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ. വേറെ ഈ പറയുന്ന ഒറ്റ അമിനോ ആസിഡിനും UUU എന്ന് പറയുന്ന കോഡോൺ ഇല്ല. അല്ലെങ്കിൽ CUU എന്ന് പറയുന്ന കോഡോൺ, അത് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് ലൂസൈൻ ആണ്. വേറെ ഒരു അമിനോ ആസിഡിൻ്റെയും കോഡോൺസിൽ CUU ഇല്ല. ഇവിടെ AUG അത് കോഡ് ചെയ്യുന്ന അമിനോ ആസിഡാണ് മെത്യോണൈൻ. മെത്യോണൈനെ കോഡ് ചെയ്യാനായിട്ട് ഒറ്റ കോഡോണേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും ഒന്നിലധികം കോഡോൺസ് ഉണ്ട്. അത് പ്രത്യേകത എന്താണെന്ന് പറയാം. അപ്പോൾ AUG എന്ന് പറയുന്നത് കോഡ് ചെയ്യുന്നത് മെത്യോണൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനാണ്. അതായത് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന കോഡോൺ മറ്റൊരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. 1 codon codes for only 1 amino acid. Hence it is unambiguous and specific. അപ്പോൾ അവിടെ ആ കാര്യത്തിൽ, ജനറ്റിക് കോഡിൻ്റെ കാര്യത്തിൽ ഒരു അവ്യക്തതയും ഇല്ല. വളരെ സ്പെസിഫിക് ആണ്. ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുള്ളൂ. ഒന്നിലധികം അമിനോ ആസിഡിനെ ഒരു കോഡോൺ കോഡ് ചെയ്യുന്നില്ല. ഇനി അടുത്ത ഫീച്ചർ നോക്കാം. സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. ഹെൻസ് ദ കോഡ് ഈസ് ഡീജനറേറ്റ്. അപ്പോൾ അത് നമ്മളിവിടെ നേരത്തെ കണ്ട കാര്യമാണ്. അതായത് ഇവിടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൂസൈനെ കോഡ് ചെയ്യാനായിട്ട് ഇവിടെ 6 ജനറ്റിക് കോഡുകളാണുള്ളത്. ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 4 എണ്ണം ഉണ്ട്. ഫിനൈൽ അലനൈനെ കോഡ് ചെയ്യാനായിട്ട് ഇവിടെ 2 ജനറ്റിക് കോഡുണ്ട്, 2 കോഡോൺസ് ഉണ്ട്. ലൂസൈനെ കോഡ് ചെയ്യാനായിട്ട് 6 കോഡോൺസ് ഉണ്ട്. ഐസോലൂസൈനെ കോഡ് ചെയ്യാനായിട്ട് 3 കോഡോൺസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാനായിട്ട് ഒന്നിലധികം കോഡോൺസുകൾ ഉണ്ട്. അപ്പോൾ അതെന്തിനെ സൂചിപ്പിക്കുന്നു? ദ കോഡ് ഈസ് ഡീജനറേറ്റ്. ഡീജനറേഷൻ സംഭവിച്ചിട്ടുണ്ട്. ജനറ്റിക് കോഡിന് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ 3 യുറാസിലുകൾ അടുത്തടുത്തിരിക്കുമ്പോഴാണ് ഒരു ഫീനൈൽ അലനൈന് ആ mRNA മോളിക്യൂൾ കോഡ് ചെയ്യുന്നത്. അതിൽ
ആ യുറാസിലിൻ്റെ മൂന്നാമത്തെ യുറാസിലിൻ്റെ സ്ഥാനത്ത് സൈറ്റോസിൻ വന്നാലും അമിനോ ആസിഡ് മാറുന്നില്ല. അതാണ് അവിടുത്തെ പ്രത്യേകത. ഇവിടെ നോക്കൂ, ഇവിടെയാണെങ്കിൽ CUU, അവിടെ 2 സ്ഥാനത്ത് ഇവിടെ CUU ഉണ്ട്, 4 സ്ഥാനത്ത് ഇവിടെ CU 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 CU. എന്നാൽ മൂന്നാമത്തെ സ്ഥാനത്ത് വരുമ്പോൾ U ഉണ്ട്, C ഉണ്ട്, A ഉണ്ട്, G ഉണ്ട്. അപ്പോൾ മൂന്നാമത്തെ നൈട്രജൻ ബേസ് ഏത് വന്നാലും അത് കോഡ് ചെയ്യുന്നത് ഇവിടെ ലൂസൈനാണ്. അപ്പോൾ ഇവിടെ രൂപമാറ്റം വന്നിട്ടുണ്ട്. മൂന്നാമത്തെ നൈട്രജൻ ബേസ് ഏത് വന്നാലും അവിടെ ലൂസൈനാണ്. അതാ പറയുന്നത് സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ, ഹെൻസ് ദ കോഡ് ഈസ് ഡീജനറേറ്റ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ജനറ്റിക് കോഡിന് ഡീജനറേഷൻ സംഭവിച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ തെളിവ്? ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാനായിട്ട് ഒന്നിലധികം കോഡോൺസുകളെ കാണാൻ സാധിക്കുന്നു. സോ ദ ജനറ്റിക് കോഡ് ഈസ് ഡീജനറേറ്റ്. ദാറ്റ് ഈസ് ദ തേർഡ് സാലിയൻറ്റ് ഫീച്ചർ. ഇനി എന്താണ് അടുത്ത സാലിയൻറ്റ് ഫീച്ചർ നോക്കാം. ദ കോഡോൺ ഈസ് റീഡ് ഇൻ mRNA ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ. കണ്ടിന്യൂസ് മീൻസ് കണ്ടിന്യൂസ്. mRNAയിൽ ജനറ്റിക് കോഡ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്തു പോകാം. ദർ ആർ നോ പങ്ക്ച്വേഷൻസ്. ഒരു പങ്ക്ച്വേഷൻസ് ഇല്ല. പങ്ക്ച്വേഷൻസ് മീൻസ് സ്റ്റോപ്പോ കോളനോ സെമി കോളനോ അങ്ങനെ ഒന്നുമില്ല. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇവിടെ ഒരു UAC ഒരു 3 നൈട്രജൻ ബേസ് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു നൈട്രജൻ ബേസ് ഇല്ല. വീണ്ടും അടുത്തൊരു 3 നൈട്രജൻ ബേസ് വന്നു. അടുത്ത് വീണ്ടും ഒരു 2 നൈട്രജൻ ബേസിൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നു. അടുത്ത് വീണ്ടും 3. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. mRNAയിൽ ജനറ്റിക് കോഡ് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു ബ്രേക്കും അവിടെ വരില്ല. ഇടയ്ക്കൊരു നൈട്രജൻ ബേസ് ആബ്സെൻ്റ് ആവുക എന്നുള്ളൊരു സ്റ്റെപ്പ് mRNAയിലില്ല. ദ കോഡോൺ ഈസ് റീഡ് ഇൻ mRNA ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ. ദർ ആർ നോ പങ്ക്ച്വേഷൻസ്. ഒരു പങ്ക്ച്വേഷൻസിലും mRNA സ്റ്റാൻഡിൽ ഉണ്ടാവില്ല. ഇനി അടുത്ത ഫീച്ചർ നോക്കാം. ദ കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ. ഫോർ എക്സാമ്പിൾ, ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻ UUU വുഡ് കോഡ് ഫോർ ഫിനൈൽ അലനൈൻ. ജനറ്റിക് കോഡ് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് UUU എന്ന് പറയുന്നത് ഫിനൈൽ അലനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ സൂചിപ്പിക്കുന്ന ജനറ്റിക് കോഡാണ്. ആ ഒരു ജനറ്റിക് കോഡ് യൂണിവേഴ്സലാണ്. അതായത് ഏത് ഓർഗാനിസം എടുത്താലും, ബാക്ടീരിയ എടുത്താലും, ഇനി ഹയർ ഓർഗാനിസമായ ഹ്യൂമൻ ബീയിങ്സ് ആയാലോ, ഏത് അനിമലായാലോ, ഏത് പ്ലാന്റ് ആയാലോ, ഏതിലായാലും അതിൻ്റെ mRNA മോളിക്യൂളിൽ UUU എന്ന് പറയുന്ന 3 നൈട്രജൻ ബേസുകൾ അടുത്തടുത്ത് കാണുന്നുവെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ഫിനൈൽ അലനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ്. അതാണ് ദ കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ. നിയർലി എന്നൊരു ടേം കൂടി അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് കാരണം സം എക്സെപ്ഷൻസ് ഉണ്ട്. Some exceptions to this rule have been found in mitochondrial codons and in some protozoans. മൈറ്റോകോൺട്രിയയിലെ ചില കോഡോൺസിൻ്റെ കാര്യത്തിലും ചില പ്രോട്ടോസോവൻസിൻ്റെ കാര്യത്തിലും ഈ ഒരു റൂള് അല്പം ഒന്ന് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഇവിടെ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിയർലി യൂണിവേഴ്സൽ എന്നൊരു ടേം ഉപയോഗിച്ചിരിക്കുന്നത്. നിയർലി ആണ്. ഇപ്പോൾ കംപ്ലീറ്റ്ലി യൂണിവേഴ്സൽ അല്ല, കുറച്ച് എക്സെപ്ഷണൽ കേസുകൾ ഉള്ളതുകൊണ്ട്. എന്നാലും ആൾമോസ്റ്റ് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. That means one codon code for a particular amino acid in all organisms. എല്ലാ ഓർഗാനിസത്തിലും ഒരു കോഡോൺ സൂചിപ്പിക്കുന്ന അമിനോ ആസിഡ് എന്ന് പറയുന്നത് സെയിം ആണ്. ഇനി എന്താണ് ലാസ്റ്റ് ഫീച്ചർ? 6ാമത്തെ ഫീച്ചർ. AUG has dual functions. It codes for methionine and it also acts as initiator codon. നേരത്തെ ജനറ്റിക് കോഡിൻ്റെ ചാർട്ട് കണ്ടപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, AUGയെ സൂചിപ്പിക്കാനായിട്ട് ഒറ്റ അമിനോ ആസിഡേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് അമിനോ ആസിഡ് ഈസ് മെത്തിയോണൈൻ ആൻഡ് ഇറ്റ് ആൾസോ ആക്ട് ആസ് എൻ ഇനിഷ്യേറ്റർ കോഡോൺ. ഇപ്പോൾ AUG എന്ന് പറയുന്ന കോഡോണിന് 2 ഫങ്ഷൻസ് ഉണ്ട്. ഇറ്റ് കോഡ്സ് ഫോർ ദ അമിനോ ആസിഡ് മെത്തിയോണൈൻ ആൻഡ് ഇറ്റ് ആൾസോ ആക്ട് ആസ് എ ഇനിഷ്യേറ്റർ കോഡോൺ. ഇപ്പോൾ ജനറ്റിക് കോഡ് mRNA മോളിക്യൂളിൽ എടുക്കുമ്പോൾ ഏത് mRNA മോളിക്യൂൾ എടുത്താലും അതിൻ്റെ ഫസ്റ്റ് കോഡോൺ AUG ആയിരിക്കും.
ആ AUG കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് മെത്യോണൈൻ ആണ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത് ഈ കോഡോൺസിൽ നിന്നാണ്. ഇതാണ് സ്റ്റാർട്ട് കോഡോൺ അല്ലെങ്കിൽ ഇനിഷ്യേറ്റർ കോഡോൺ. ഇനിഷ്യേറ്റർ കോഡോൺ എന്നറിയപ്പെടുന്നത് AUG ആണ്. AUG has dual functions. It codes for methionine and it also acts as initiator codon. Initiator codon ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ജനറ്റിക് കോഡിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെയാണ് സാലിയൻറ്റ് ഫീച്ചേഴ്സാണ് ജനറ്റിക് കോഡിനുള്ളത്? ദ കോഡോൺ ഈസ് ട്രിപ്ലെറ്റ്. ഒന്നാമത്തെ സാലിയൻറ്റ് ഫീച്ചേഴ്സ്, ദ കോഡോൺ ഈസ് ട്രിപ്ലെറ്റ്. 3 ബേസുകൾ ചേർന്നതാണ് കോഡോൺ. 61 codons code for amino acids and 3 codons do not code for amino acids. Hence they function as stop codons. അമിനോ ആസിഡിനെ കോഡ് ചെയ്യാനായിട്ട് 61 കോഡോൺസ് ഉണ്ട്. അതിൽ 3 കോഡോൺസ് അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നില്ല. അതിനെ സ്റ്റോപ്പ് കോഡോൺസ് എന്ന് വിളിക്കുന്നു. ഏതൊക്കെയാണ് സ്റ്റോപ്പ് കോഡോൺസ് എന്ന് നേരത്തെ നമ്മൾ കണ്ടു. 1 codon codes for only 1 amino acid. ഒരു കോഡോണ് ഒരു അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുന്നുള്ളൂ. ഹെൻസ് ഇറ്റ് ഈസ് അൺആംബിഗ്യുവസ് ആൻഡ് സ്പെസിഫിക്. അതുകൊണ്ടത് അൺആംബിഗ്യുവസും ആണ് സ്പെസിഫിക്കും ആണ്. ഇനി മൂന്നാമത്തത്, സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. ചില അമിനോ ആസിഡിനെ കോഡ് ചെയ്യാനായിട്ട് ഒന്നിലധികം കോഡോൺസ് ഉണ്ട്. അതുകൊണ്ട് ദ കോഡ് ഈസ് ഡീജനറേറ്റ്. ജനറ്റിക് കോഡ് ഡീജനറേറ്റ് ആണ്. അടുത്ത് നാലാമത്തത്, ദ കോഡോൺ ഈസ് റീഡ് ഇൻ mRNA ഇൻ എ കണ്ടിന്യൂസ് ഫാഷൻ. കണ്ടിന്യൂസ് ആയിട്ട് കോഡോൺ റീഡ് ചെയ്ത് പോകുന്നു. ദർ ഈസ് നോ പങ്ക്ച്വേഷൻസ്. ദർ ആർ നോ പങ്ക്ച്വേഷൻസ്. ഒരു പങ്ക്ച്വേഷൻസും ഇല്ല. അഞ്ചാമത്തതോ, ദ കോഡ് ഈസ് നിയർലി യൂണിവേഴ്സൽ. an എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയുന്നു? ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻ യു വുഡ് കോഡ് ഫോർ ഫിനൈലലനൈൻ. എക്സെപ്ഷൻസ് മൈറ്റോകോൺട്രിയൽ കോഡോൺസിലും ചില പ്രോട്ടോസോവൻസിലും ഉണ്ട്. ആറാമത്തതോ, AUG ഹാസ് ഡ്യുവൽ ഫങ്ഷൻസ്. ഇറ്റ് കോഡ്സ് ഫോർ മെത്യോണൈൻ ആൻഡ് ഇറ്റ് ആൾസോ ആക്ട് ആസ് ഇനിഷ്യേറ്റർ കോഡോൺ. ഇപ്പോൾ AUG എന്ന് പറയുന്ന കോഡോണിന് ഡ്യുവൽ ഫങ്ഷൻസ് ഉണ്ട്, 2 ഫങ്ഷൻസ് ഉണ്ട്. അത് മെത്യോണൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. അതോടൊപ്പം ഇറ്റ് ആക്ട് ആസ് എ ഇനിഷ്യേറ്റർ കോഡോൺ, otherwise start codon. For video lessons, please subscribe TLB's biology classes.